ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിലെ നിങ്ങൾക്ക് ഫാർമസി അപ്ഡേറ്റ്സ് ഇത്ര വേഗത്തിൽ ക്ലിയർ ആയിട്ട് ഇതുവരെ പറഞ്ഞു തന്നിട്ടുള്ള വേറെ ഏതെങ്കിലും ചാനലുണ്ട് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട. അതല്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോളൂ. ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന A to Z കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, അലോട്ട്മെന്റ്, അത് കഴിഞ്ഞ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ വരുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കും. അത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഒരുപാട് വിദ്യാർത്ഥികൾ സർ പ്രത്യേകം കോളേജ് റിവ്യൂ വേണം, അല്ലെങ്കിൽ ലാസ്റ്റ് റാങ്ക് വേണം എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് വീഡിയോകളായി ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങളുമായി ബന്ധപ്പെട്ട് ഫാർമസി, അതായത് ബി ഫാം, ഈ കീം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഫാർമസിക്കാരുണ്ട്, ബി ആർക്കുകാരുണ്ട്, പിന്നെ ലാറ്ററൽ എൻട്രി, അങ്ങനെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഫാർമസി വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഈ എഞ്ചിനീയറിംഗിന്റെ അലോട്ട്മെന്റ് പ്രൊസീജിയർ വരെ എത്തി നിൽക്കുമ്പോൾ ചോദിക്കുന്നത് എന്തേ ഞങ്ങളെ വിളിച്ചില്ല എന്നുള്ളതാണ്. മക്കളെ മനസ്സിലാക്കുക, 2025 അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ജൂലൈ 11 മുതൽ ജൂലൈ 16 വരെയായിരുന്നു ഏകദേശം ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. അത് കഴിഞ്ഞ വർഷവും സാധാരണ ഈ പറയുന്ന പോലെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് വന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ജൂലൈ 8 ഇന്നിതാ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗുകാർക്ക് വരികയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിൽ തന്നെ, അതായത് കൃത്യമായിട്ട് 5 ദിവസം 6 ദിവസം നിങ്ങൾക്ക് തരാറുണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നെക്സ്റ്റ് വീക്കിൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരികയും ആ ടൈം ലൈനിനകത്ത് നിങ്ങൾക്ക് ഫാർമസിയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ കോളേജുകൾ എന്ത് ചെയ്യാം, ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എഞ്ചിനീയറിംഗ് പോലെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്കില്ല. അതായത് കേരളത്തിൽ തന്നെ ഗവൺമെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. അവിടെ മാർക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ അവിടെ അഡ്മിഷൻ വേണമെങ്കിൽ, അവിടെ ബി ഫാമിന് ഫാർമസി സീറ്റ് വേണമെങ്കിൽ നല്ല റാങ്കുകൾ നിങ്ങൾക്ക് വേണം. അപ്പോൾ അതിന്റെ ഫീ പേയ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ എന്തെങ്കിലും കഴിഞ്ഞ വർഷത്തിൽ നിന്ന് മാറ്റമുണ്ടോ എന്നൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമാണ് അറിയാൻ പറ്റുന്നത്. പക്ഷെ ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നിങ്ങൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു, അത് കഴിഞ്ഞ് ഒരു ട്രയൽ അലോട്ട്മെന്റ് വരുന്നു, പ്രൊവിഷണൽ വരുന്നു, ദെൻ ഇതുപോലെ ഫസ്റ്റ് വരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഹയർ ഓപ്ഷൻ അതുപോലെ തന്നെ വയ്ക്കണോ, ബാക്കി കാര്യങ്ങളും ഫീ പേയ്മെന്റും ഒക്കെ വരുന്നത്, അതിനുശേഷമുള്ള ഫീ പേയ്മെന്റ്. അപ്പോൾ ഇതിൽ തന്നെ ചോദിക്കുകയുണ്ടായി ഒരുപാട് പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ, മീൻസ് ബി ഫാം ഉള്ള കോളേജുകൾ. അപ്പോൾ ഫാർമസി പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഗവൺമെന്റ് കോളേജുകൾ മാത്രം നിങ്ങൾ റിസർച്ച് ചെയ്യരുത്. കേരളത്തിലെ തന്നെ ടോപ്പ് കോളേജുകളിൽ ഗവൺമെന്റിനോടൊപ്പം തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളും വരുന്നുണ്ട്. അവിടെ മെറിറ്റ് സീറ്റ് കിട്ടിയാൽ ഇറ്റ്സ് ഫൈൻ. ആ രീതിയിൽ വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി ചിന്തിക്കാൻ. ഇപ്പൊ തന്നെ നോക്കുക, നമ്മുടെ ആലപ്പുഴ DD മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ പരിയാരം മെഡിക്കൽ കോളേജ്, അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ഉണ്ട്, തൊടുപുഴ, അൽസറൊക്കെ അതിനുശേഷം. അപ്പോൾ ഈ പ്രധാനമായിട്ടും ഗവൺമെന്റ് കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്, ടോട്ടൽ 5 കോളേജാണ് വരുന്നത് ഈ ലിസ്റ്റിൽ തന്നെ. നമ്മുടെ ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫിലെ ഈ ലിസ്റ്റാണ് ഞാൻ പറയുന്നത്. ഈ 5 ഗവൺമെന്റ് കോളേജുകളിലെ സീറ്റ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ഇതിൽ ആവശ്യക്കാരെ നിങ്ങൾ തന്നെ അറിയാം, എത്രയോ പേരാണ് ഫാർമസി ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് സെൽഫ് ഫിനാൻസിങ് ടൈപ്പ് കോളേജുകൾ വരുന്നുണ്ട്. ഇപ്പോൾ അൽസർ ആയിക്കോട്ടെ, കൊച്ചിൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അവിടെ തന്നെ ഫാർമസി ആയിക്കോട്ടെ, എലിംസ് തൃശ്ശൂർ ആയിക്കോട്ടെ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ടൈമിൽ നിങ്ങൾ മിസ്സാക്കരുത്. കൃത്യമായിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള ലൊക്കേഷൻ വൈസ് ഒക്കെ നോക്കിയിട്ട് ഒന്ന് ChatGPT, OpenAI, ഒരുപാട് സാധനങ്ങളില്ലേ, ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റ്, കുറഞ്ഞത് 20 കോളേജുകളിൽ ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യാം, നിങ്ങൾക്കിപ്പോൾ ഓൾറെഡി സ്കോർ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട്, ആ റാങ്കുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാറ്റഗറി ഉണ്ട് എങ്കിൽ അതനുസരിച്ചുള്ള നോക്കുക. അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ 10 കോളേജുകളുടെ ലിസ്റ്റ്, 20 പോട്ടെ, 10 കോളേജുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഈ 10 കോളേജുകളിലും ഈ പറയുന്ന ആ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് കോളേജും കോഴ്സും, ആ കോമ്പിനേഷൻ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് മെറിറ്റ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാറ്റഗറി ആണോ നോക്കിയിട്ട് ആ 10 കോളേജുകളുടെയും 10 നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടം, ഏത് കിട്ടിയാലും ഓക്കെ പോകാൻ പറ്റും എന്നുള്ളൊരു ടൈപ്പാണ് എങ്കിൽ ആ 10 ഓപ്ഷനുകളുടെയും ലാസ്റ്റ് റാങ്ക് അനാലിസിസ് കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നോക്കിയിട്ട് കിട്ടാൻ ചാൻസ് കുറവുള്ളത്, അതായത് നിങ്ങളുടെ റാങ്കിൽ നിന്ന് വളരെ വ്യത്യാസമുള്ളത് ഏറ്റവും ടോപ്പിൽ വെക്കുക. അങ്ങനെ വെച്ച് 10ാമത് വരുമ്പോൾ അത് കിട്ടാൻ ചാൻസ് ഉള്ളത് നിങ്ങളുടെ റാങ്കിനെക്കാളും താഴെ വരെ വിളിച്ചിട്ടുള്ള ഒരു കോളേജ് 10ാമത് വെക്കുക. ആ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ട്രയലിൽ തന്നെ നിങ്ങളുടെ പേര് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ മക്കളെ, ഇതുപോലുള്ള ലാസ്റ്റ് റാങ്ക് കട്ട് ഓഫ് ഇത് ഞാൻ ഇനി ഓരോന്നായിട്ട് എടുത്ത് വെച്ച് വായിക്കേണ്ടതായിട്ട് വരും. അതായത് ഞാൻ സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഈ ലാസ്റ്റ് റാങ്ക് മനസ്സിലാകുമ്പോൾ നമുക്ക് 23,000 25,000 റാങ്ക് ഉള്ളവർക്ക് വരെ കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ട്, ഇൻ കേസ് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ. ഇനി സ്റ്റേറ്റ് മെറിറ്റ് എടുത്തു കഴിഞ്ഞാൽ 15,000 13,000 അതുപോലെ തന്നെ 20,000 ഉള്ളവർക്ക് വരെ സ്റ്റേറ്റ് മെറിറ്റിലും കിട്ടിയിട്ടുണ്ട് പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും. അപ്പോൾ നിങ്ങൾ വയ്ക്കുന്ന ഓപ്ഷൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കണക്ക് പറയുകയാണെങ്കിൽ,
നമ്മുടെ മൂകാംബിക കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് എറണാകുളം സെൽഫ് ഫിനാൻസിങ് ആണ്. അവിടെ B.Pharm സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടിയ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് 20,012 ഓക്കെ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊരു 25,000-നകത്തൊക്കെ റാങ്ക് ഉണ്ട് എങ്കിൽ എങ്ങനെ അറേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് റിസർവേഷൻ ഉള്ളവർ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ എങ്ങനെ കിട്ടുമെന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. ഇനി SC/ST കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 24,000, 25,000, 22,000, 26,000 ഒക്കെ വിളിച്ചിട്ടുണ്ട് SC കാറ്റഗറിയിൽ. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യുക. ഏറ്റവും പുതിയ വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.